ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ശബരിമല വഴിപാടിന് വേണ്ടി വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും പ്രൊക്യൂർമെൻറ്റിൽ അങ്ങേയറ്റത്തെ സുതാര്യതയും ജാഗ്രതയും പുലർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം. ഇന്നത്തെ പത്രത്തിൽ തന്നെ നമ്മളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 24 ഐറ്റംസ് നമ്മൾ ഓപ്പൺ ടെൻഡറിലേക്ക് പോവാണ്. ഇന്നത്തെ ബോർഡ് ഈ ടെൻഡർ നടപടികൾ കുറച്ചും കൂടി സുതാര്യതവും മത്സരാധിഷ്ഠിതവുമാക്കാനുള്ള ചില ഗൈഡ് ലൈൻസ് കൂടെ ഇന്ന് തീരുമാനിക്കും. പ്രത്യേകിച്ച് കുത്തക ലേലങ്ങളെ സംബന്ധിച്ച്. കുത്തക ലേലം ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഇന്നത്തെ ബോർഡിലെ പ്രധാന ഒരു തീരുമാനം ആ ഗൈഡ് ലൈൻസാണ്. എങ്ങനെ കുത്തക ലേലത്തിലും ഇതുപോലെ തന്നെ ആക്ഷേപങ്ങളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ശർക്കര, നെയ്യ്, ജീരകം, ചുക്ക് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. ഇന്നത്തെ പത്രത്തിൽ ഞാൻ പരസ്യമുണ്ട്, 24 ഐറ്റംസ് വാങ്ങും. അത് ഏറ്റവും സുതാര്യമായിട്ട് വാങ്ങാനുള്ള എല്ലാ നടപടികളും, പ്രത്യേകിച്ച് ഇവിടെ ആളുകൾ വരരുത്, എല്ലാം ഓൺലൈനിലുള്ള എൻക്വയറിയെ പാടുള്ളൂ തുടങ്ങി ആ നടപടിക്രമങ്ങൾ, ഈ ടെൻഡറിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ചില വേണ്ടാത്ത കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്ന വലിയ ജാഗ്രത ഇപ്രാവശ്യം ശബരിമല നടത്തിപ്പിൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഉള്ള ഒരു അഷുറൻസ് തരാൻ മാത്രമേ ഈ സന്ദർഭം എനിക്ക് ഉള്ളൂ. നിലവിൽ ഒരു കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ ടെൻഡർ നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ സാരമില്ല, അത് സാരമില്ല. അങ്ങനെ തിരക്ക് കൂട്ടി അബദ്ധങ്ങളിൽ ചാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നവംബറിന് മുമ്പ് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാവും. നേരത്തെ വന്നല്ലോ, കഴിഞ്ഞ ആഴ്ച തന്നെ വന്നല്ലോ. ഒന്നുമില്ലല്ലോ, അത് തന്നെയാണ് കോടതി കൊടുത്തത്. ശരി.